ആദ്യം ഇതിലിപ്പോ കുറെ ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗീത സുരേഷാണ്. ഞാൻ നെടുത്തല പഞ്ചായത്ത് ആലുവ. പിന്നെ എന്നെ ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് എറണാകുളം കളമശ്ശേരി യൂനുസ് ബായി. യൂനുസ് ബായിനെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ എൻ്റെ ലീഡേഴ്സാണ് അവരെല്ലാവരും. പിന്നെ നമ്മുടെ അനി സാറ്, നമ്മുടെ അബി സാറ്, സുധി സാറ്, യൂനുസ് ബായി, ഇവരെല്ലാവരും, പിന്നെ സരിത മോള്, ഇവരെല്ലാവരുമാണ് എന്നെ ഈ നിലയിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു, ചെറിയ ജോലിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു എപ്പോഴും ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്, നല്ലൊരു ഷുഗർ പേഷ്യന്റും പല വിധത്തിലുള്ളൊരു രോഗിയായിരുന്നു ഞാൻ. എനിക്ക് യൂനുസ് ബായി എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് തന്നു. പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇന്ന് ഞാൻ ഹെൽത്തും വെൽത്തും ഉള്ളൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ അഭിസാർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ MC ആണോന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് എന്താ പറയാ, ഈ ബയോഡ്രോന്ന് പറയുമ്പോ ഒരു ദിവസം ഒരു 10,000 ബയോട്ടെങ്കിലും എന്റെ വായിലത് വരും. അതുപോലെ തന്നെ നമ്മുടെ സെലീമിക്കാനെ കുറിച്ച് എനിക്ക് ഒത്തിരി നല്ലൊരു മതിപ്പാണ്. കാരണം ഇത്രയും നല്ലൊരു ക്ലാസ് നമ്മുടെ ബോഡിയിലെ കുറിച്ച് പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാനും, അതുപോലെ എല്ലാവരുടെയും. എന്നാലും നമ്മള് ചെറിയ കുട്ടികളുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ. സെലിമിക്കാനെ പോലെ ചെറിയ കുട്ടികളുടെ ക്ലാസ്, പിന്നെ നമ്മൾ എല്ലാം എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു രസമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ സെലിമിക്കാന്റെ ക്ലാസ് കേൾക്കാം. സെലിമിക്കാനെ ഞാൻ സെമിലേക്ക് സ്വാഗതം ചെയ്തു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസം നല്ലൊരു സുപ്രഭാതമാവട്ടെ, ആയിത്തീരട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ബിസിനസ്സും ഈശ്വരൻ പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊള്ളുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ സാജൻ ജോഷി സാറിനെ മനസ്സുകൊണ്ട് നമിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ മെന്ററായിട്ടുള്ള മനോജ് സാറ്, അദ്ദേഹം നമ്മുടെ അപ്ലയൻ എന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നുമല്ല, അപ്ലയൻ സിസ്റ്റം പോലെ ഉണ്ട്. എങ്കിലും ഈ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി വിരിഞ്ഞ് അതിനെ കാക്കയും കൂഴയും കൊണ്ടുപോകാതിരിക്കാനായിട്ട് ചിറകിന്റെ കീഴിൽ ഇട്ട് വളർത്തുന്ന പോലെ നമ്മളെല്ലാവരെയും കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ഒരു മനസ്സും ശരിയും സമാധാനമുള്ള ഒരു മനുഷ്യൻ. അപ്പോ അങ്ങനെ ഒക്കെ ഉള്ള നമ്മുടെ മറ്റുള്ള എല്ലാ ലീഡേഴ്സിനെയും ഞാൻ എന്റെ സ്വന്തം പേരിലും ഈ കമ്പനിയുടെ പേരിലും ഈ സൂമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, പുതിയതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ എന്നെ പരിചയമില്ലാത്തവരുണ്ടായിരിക്കാം. നേരത്തെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. എന്റെ പേര് സലീം എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. എന്റെ അപ്ലയൻ നമ്മുടെ കൊടുങ്ങല്ലൂർ താലൂക്കിലുള്ള മിസ്റ്റർ അലി മുഹമ്മദ് സാറാണ് എന്റെ അപ്ലയൻ. അദ്ദേഹമാണ് നെറ്റ്വർക്ക് എന്ന ഒരു മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. 2002 മുതൽ നെറ്റ്വർക്ക് മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നു. നെറ്റ്വർക്ക് ഞാൻ വളരെ വിരളമായിട്ടുള്ള ചെയ്തിട്ടുള്ളൂ. എനിക്ക് നല്ലത് എന്ന് ഞാൻ മേടിച്ച് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം ഞാനും എന്റെ ഭാര്യ, മക്കള്, വേറെ കുട്ടികള്, എന്റെ അത്യാവശ്യം വേണ്ടപ്പെട്ട മിത്രാദികളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം ഞാനിത് പുറത്തേക്ക് പബ്ലിസിറ്റി ചെയ്യുള്ളൂ. അതല്ലാതെ ഫണ്ടലിലൊന്നും കൈയിട്ട് വാരി ഉള്ള പരിപാടി ഇല്ല. നെറ്റ്വർക്കിൽ പല ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ മാഗ്നറ്റിക് തെറാപ്പി എന്റെ വീട്ടില് എന്റെ ഭാര്യയുടെ അസ്വസ്ഥത, അതായത് ഉറക്കില്ലായ്മ, നേരിട്ട് ഉറക്കില്ലായ്മ അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണല്ലോ, അറിയാലോ. അപ്പൊ ആ ഒരു കാരണത്താലാണ് ഞാൻ അതിലേക്ക് പറഞ്ഞത് മേടിച്ച് ഉപയോഗിച്ച്
ഈശ്വരാധീനം കൊണ്ട് എനിക്ക് മേടിച്ച് അന്ന് തന്നെ എന്റെ വായിലേക്ക് നല്ല ഉറക്കം കിട്ടി എന്നുള്ളതാണ്. എനിക്ക് അന്ന് തന്നെ എന്റെ മുതല് പോന്നു. ഞാൻ മേടിച്ച മുതല് അന്ന് തന്നെ പോന്നു എനിക്ക്. എന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോ 3 വർഷം ആയത് ഉപയോഗിക്കുന്നത് 25 വർഷം നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ 1 മാസത്തോ 2 മാസത്തോ അല്ല. നമ്മളത് കൃത്യമായിട്ട് സൂക്ഷിക്കുക, അതായത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 25 വർഷം നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഞാൻ ഈ നെറ്റ്വർക്ക് മേഖലയിൽ വരാൻ കാരണം, പിന്നെ ഞാനിപ്പോ ഇന്ന് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങള് ബയോട്ടോറിയം മാഗ്നറ്റോ തെറാപ്പിയും നമ്മളൊരു മനുഷ്യ ശരീരവും എങ്ങനെയാണ് കോമ്പനേറ്റ് ചെയ്തു പോകുന്നത് എന്നുള്ളത് ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അറിവ് എന്നെക്കാൾ വ്യക്തമായിട്ടായിരിക്കും. അത് ഓരോരുത്തരും ഇവിടെ നമ്മുടെ സൂമിൽ ചെയ്യാറുണ്ട്. വെൽനസ് കൺസൾട്ടന്റുമാരുണ്ട്, അനേകം ആളുകൾ നമ്മുടെ ഇതില് ഇതിനെപ്പറ്റി പരിജ്ഞാനമുള്ള ആളുകളുണ്ട്, ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ അനേകം ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വലിയ വെച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഐറ്റത്തിന്റെ ഒരു കോമ്പറ്റ്. 5 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 എന്നുള്ളതാണ്. നമ്മൾ സാഗർ ജോഷി സാർ ഒരു വലിയ ദീർഘദൃഷ്ടിയുള്ള ആളെന്നുള്ളത് നമുക്ക് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഒരു ദൈവദൂതൻ, ദൈവം പ്രത്യേകിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ, അതായത് കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ നമ്മളൊക്കെ വിശ്വസിക്കുന്ന പ്രവാചകന്മാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് വിളിക്കുന്ന പേരില്. അപ്പോ എന്ന പോലെ ഒരു മനുഷ്യരൂപത്തിൽ ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ച് നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയത് വേറൊന്നിനുമല്ല. അതായത് ഇന്ന് മനുഷ്യൻ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് മരിക്കല്ല, മരിച്ചു ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവര് ഡിക്ലെയർ ചെയ്തത് ജീവിതശൈലി രോഗങ്ങൾ 60ഓളം ആയി എന്നാണ് 20 വർഷങ്ങൾക്ക് മുൻപ് WHO പറഞ്ഞത്. അത് കഴിഞ്ഞിങ്ങനെ പോന്ന് നമ്മൾ കണ്ട ജങ്ക് ഫുഡുകളും കണ്ട വെള്ളവും ഇങ്ങനെ കൊച്ചുമക്കളെ കൊണ്ടുനടക്കണമായി ഒരു വെളുത്ത കുപ്പിയിൽ എവിടെന്നോ ഏതോ കുഴിയിൽ നിട്ട വെള്ളം കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് മേടിച്ച് ഇതൊരു അഭിമാനത്തോടു കൂടി എന്താണെന്ന് ചെയ്യാൻ വേണ്ട ആ വെള്ളം കുപ്പി കൊണ്ടുനടക്കണാനായിട്ട് ഇതൊക്കെ കുടിച്ച് 2025 സ്റ്റാർട്ടിങ്ങില് WHO ഡിക്ലെയർ ചെയ്തതാണ് 200-ൽ പരം ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യരിലേക്ക് കടന്നുകൂടി എന്നുള്ളതാണ്. അപ്പോ അന്നത്തെ വിട്ട് 20 വർഷങ്ങൾക്ക് മുൻപത്തെ വിട്ടിട്ട് 200 അയ്യോ അന്ന് 60ആണെങ്കിൽ 200-ൽ പരമാണ് പറയുന്നത്, 200-ൽ കൂടുതലായിട്ടാണ് പറയുന്നത്. ഇനി ഇത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്. മനുഷ്യനൊന്നും ചെയ്യാതെ എല്ലാം നമ്മുടെ കിച്ചണിലായാലും ഓഫീസിലായാലും എവിടെയായാലും നമ്മുടെ കയ്യിലുണ്ട്, കയ്യിൽ കൊണ്ടു നടക്കാവുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ജീവിതശൈലി രോഗങ്ങളെ മറികടന്നുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയുസ് സുഖമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ട് ലോകത്ത് കിട്ടാവുന്നതിൽ, ഇന്ത്യയിലല്ല ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സാഗർ ജോഷി സാർ നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്. അപ്പോ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഗുണഗണങ്ങളാണ്, ദോഷങ്ങളില്ല പറയാനായിട്ട്, ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കറിവുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ. അപ്പോ അതിനെ പറ്റിയുള്ളൊരു ചെറിയ വാക്ക്. അപ്പൊ ഈ 6 പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് കമ്പനി തരുന്നത്. ലാസ്റ്റ് നമുക്ക് കമ്പനി ഇറക്കി നമ്മൾ ഒരു കോമ്പറ്റാക്കി വെച്ചിരുന്നതാണ് ഈ ഗോൾഡിന്റെ ചെയിൻ. ഈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേഡീസിന്റെ കൈമലൊക്കെ ഇത് ചുറ്റി വല്ല ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ക്ലാരിറ്റി ആയിരിക്കുന്ന ആ വ്യക്തിയുടെ കൈമല നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 പവനിൽ കൂടുതൽ തോന്നിക്കും. വല്ല കല്യാണ ഫംഗ്ഷന് മറ്റുള്ള ഏത് ഫംഗ്ഷനിൽ പോകുമ്പോഴും ഇത് കെട്ടിക്കഴിഞ്ഞാലില്ല കാണുന്നവർക്ക് ഒരു ക്രെഡിറ്റ് ആണ്. ഇത് വീരാമരത്തിന്റെ കൈമല് 5 പവന്റെ സാധനമാണ്, 5 പവന്റെ ആഭരണമാണ് കിടക്കുന്നത്. വേറെ കാര്യം കേട്ടാ, ഇത് ഗോൾഡാണ് സാഗർ ജോഷി സാറ് കിട്ടിയെന്നാണ് നമുക്ക് അറിഞ്ഞോളൂ. കള്ളന്മാരുടെ കാരണത് മുതലാണിത്. 5 പവന്റെ ആഭരണം കിട്ടിയെന്ന് 8 ലക്ഷം 540 4 ലക്ഷം ഉറുപ്പിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഒറ്റക്കൊന്നും പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോകണ്ടാട്ടാ, കയ്യും കൊണ്ട് കള്ളന്മാര് പോകും. ലാസ്റ്റ് തന്നെ കൈ ഉണ്ടാവില്ല. അത് ശ്രദ്ധയിൽ വേണം. ആ സമയത്ത് റിസ്റ്റിബേഡ് ആണെങ്കിൽ കുഴപ്പമില്ല, റിസ്റ്റിബേഡ് ഒന്നും അവർക്ക് അറിയാൻ പാടില്ല. മറ്റേത് സ്വർണ്ണ കളറാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം. ഒറ്റക്ക് ഇവിടെ പോകുമ്പോഴും ലേഡീസ്
ഈ സാധനം കെട്ടിക്കൊണ്ട് പോകരുത്, കയ്യും കൊണ്ട് ആളിൽ കള്ളന്മാര് പോകും. അപ്പോ ആ 5-6 പ്രോഡക്റ്റിനകത്ത് ആദ്യമായിട്ട് നമ്മുടെ കമ്പനി ഏറ്റവും ഗുണകരമായിട്ട്, എല്ലാം ഗുണകരമാണ്, ആദ്യമായിട്ട് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് പാഡാണ്. ഇതാണ്. ഇത് നമുക്ക് 2 ടൈപ്പിലുണ്ട് കമ്പനി വെച്ചിട്ടുണ്ട്. 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ഇത് ഇടക്കാലത്ത് വെച്ച് കമ്പനി അതായത് നമ്മുടെ എല്ലാ ലീഡേഴ്സും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ സാഗർ ജോഷി സാറ് ഇങ്ങനെ ഒരു പാഡ്, അതായത് ഇത് വാട്ടർ പ്രൂഫിന്റെയാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കാൻ പാടില്ല. ഇതപ്പോ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ചുറ്റിക്കെട്ടാൻ പറ്റും. മറിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പല സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഏറെക്കുറെ സ്ഥലങ്ങളിൽ എത്തുന്നോടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ റിസ്റ്റ് പാഡിന്റെ ഒരു ഗുണം. റിസ്റ്റ് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നത് 33ഓളം മാഗ്നറ്റ്സ് ആണ്. 33 മാഗ്നറ്റ്സ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഗോസ് പവർ, മാഗ്നറ്റ് അളക്കുന്നതിന്റെ ഗോസ് പവർ 5000 ഗോസ് പവർ ആണ്. അപ്പൊ ഇത്രയും മാഗ്നറ്റിനകത്ത് ഇതിന്റെ ഗോസ് പവർ എന്ന് കണക്കൂട്ടണം. ഇതിന്റെ ഗോസ് പവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കാലിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള മാഗ്നറ്റിക് പവർ, അതായത് നമ്മളെ ദൈവം സൃഷ്ടിക്കുന്നത് എല്ലാ മനുഷ്യജീവജാലങ്ങളിൽ സൃഷ്ടിച്ച്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ആദമിനെയും ഔവയെയും വരെ സൃഷ്ടിച്ചിരിക്കുന്ന മണ്ണിനാലാണ്. അപ്പൊ ഈ മണ്ണിൽ നിന്ന് മണ്ണിന്റെ ഒരു അംശം, അയൺ എன்ற ഒരു അംശം ശരീരത്തിനകത്ത് ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മണ്ണുമായിട്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാർട്ടിന്, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു കറണ്ട്, ഒരു സർക്കുലർ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ഈ കറണ്ട് ആവാഹിച്ചെടുക്കാൻ, കാലിന്റെ ഉള്ളിനടിയിലൂടെ നമുക്ക് ആവാഹിച്ചെടുക്കാനാണ് ഈ സംഭവം, ഈ മണ്ണിൽ ചവിട്ടി നടക്കാൻ പറയുന്നത്. അപ്പോ ഈ മാഗ്നറ്റ് ഈ പറയുന്ന ദൈവത്തിന്റെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു പൗഡർ രൂപത്തിലുള്ള മണ്ണാണ്. ഇതിനെയാണ് സാഗർ ജോഷി സാറ് വന്നിട്ട് ഇതിന്റെ രീതിയിൽ നിക്കൽ കോട്ട് യൂസ് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റീൽ പ്ലേറ്റിങ്, അതായത് ഈ രീതിയിൽ എന്റെ കേസമ്മൽ എപ്പോഴും ഉണ്ടാവും ഈ സാധനം. ഇത് സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാ. അപ്പോ ഇതിങ്ങനെ ഇതിന്മേല് സെറ്റ് ചെയ്തേക്കും 33 എണ്ണം. ഈ 33 എണ്ണമുള്ള മാഗ്നറ്റ് നമ്മുടെ എവിടെ പെയിൻ ഉണ്ടോ നമുക്ക് അവിടെ അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ തൽക്കാലം നമുക്ക് മാറിക്കിട്ടും. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പെയിൻ പിന്നെ അവിടെ വരില്ല. അതാണ് ഈ റിസ്റ്റ് പാഡിന്റെ ഗുണം. രണ്ടാമതായിട്ട് റിസ്റ്റ് പാഡിന്റെ ഗുണം പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഹീമോഗ്ലോബിനുള്ള അയൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് അയൺ കേട്ടിട്ടുണ്ടല്ലോ. അത് ഡോക്ടർമാര് അയൺ ഡെഫിഷ്യൻസി ഇംഗ്ലീഷിൽ നഴ്സുമാരോട് നമ്മളോട് പറയൂല. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മനസ്സിലാവും. പണ്ട് ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്തൊന്നും അയൺ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. എന്താണ്, അതിനുള്ള അറിവില്ല. അപ്പോ ഈ അയൺ ഡെഫിഷ്യൻസി നമുക്ക് തരുന്നത് കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള അയൺ ഗുളികയാണ്. അതായത് കെമിക്കൽ ആഡ് ചെയ്ത് തെറ്റിദ്ധരിക്കുന്നത്, ഇതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് മെഡിസിൻ കമ്പനിയിൽ, അതായത് ബിഫാം എംഫാം പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോ ഇതൊന്നും കേൾക്കാൻ വേണ്ടി മാത്രം കയറിയിരിക്കുന്നതാണ്. ഈ എംഫോം പഠിച്ചിട്ടുള്ള, ബിഫോം കഴിഞ്ഞിട്ട് എംഫോം കഴിഞ്ഞിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ മരുന്നിന്റെ ഫോർമുല അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോ ഒരു മെഡിസിൻ ഉണ്ടാക്കണമെങ്കിൽ 20% മെഡിസിൻ ആണെങ്കിൽ 80% കെമിക്കലാണ്. ആ കെമിക്കൽ ഉണ്ടെങ്കിൽ അത് മെഡിസിൻ ആവുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ആ മെഡിസിൻ, ആ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഗുളികയാണ് നമുക്ക് അയൺ ഗുളിക തന്നിരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതിന് പകരമാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഇത് സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹീമോഗ്ലോബിനിലുള്ള അയണും ഈ മാഗ്നറ്റും തമ്മിൽ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൺ ഡെഫിഷ്യൻസി കറക്റ്റ് ആയിരിക്കും. അതിന്റെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് സഞ്ചരിച്ചാൽ ഇതിൽ മറ്റൊരു കഴിവുണ്ട്. അത് ദൈവത്തിന്റെ ഒരു കളിയാണത്. ദൈവം നമ്മൾ സൃഷ്ടിച്ചേക്കുന്നത് വലിയൊരു അത്ഭുത മെഷീനായിട്ടാ. ഏറ്റവും ഗ്യാരണ്ടിയുള്ള, ഏറ്റവും ക്ലാരിറ്റി ഉള്ള, എന്തോരം പ്രവർത്തിച്ചാലും നിലക്കാത്തൊരു മെഷീൻ. അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തൊക്കെ ആളുകൾ 40 വയസ്സിന് 35 വയസ്സിലൊക്കെ ഒഴിഞ്ഞു പോണത് ഈ വിദേശ രാജ്യങ്ങളല്ല. വിദേശ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജപ്പാനിലൊക്കെ ഇപ്പൊ 139 വയസ്സുള്ള വ്യക്തികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. മറിച്ച് 90 വയസ്സും 80 വയസ്സുള്ള ആളുകൾ ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പർച്ചേസിന് പോണ കാണണം 2 നേരം.
അവര് കാൽനട പോവുള്ളൂ. നമ്മളെ മാതിരി വീട്ടിൽ നിന്ന് വീട് എഴുന്നേറ്റും കാലത്ത് അപ്പൊ തന്നെ കണ്ണിന് തിരുമ്പി മോട്ടോർ സൈക്കിളിൽ പോവുകയല്ല. അപ്പോ അവരുടെ ജീവിത ശൈലി അവർ പഴയ ലെവലിൽ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. മനസ്സിലായിട്ടുണ്ടോ? നമുക്കൊക്കെയാണ് ജീവിതത്തിൽ കുറച്ച് സൗകര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ആ സൗകര്യത്തിന്റെ പുറത്തങ്ങ് കയറിയിട്ട് പഴയതൊക്കെ മറന്നു. അത് നടക്കൂല. മണ്ണായിട്ട് സ്പർശനമില്ല. മണ്ണായിട്ട് സ്പർശിക്കാൻ പറ്റൂല. ഇപ്പൊ ആയിരിക്കും, വേറെ ഒന്നുമില്ല. പണ്ടത്തെ വലിയ മണ്ണൊന്നുമില്ല. നടന്നിട്ട് പോകാനും പറ്റൂ. നടന്നിട്ട് പോയാൽ ആളുകൾ എത്തൂല, കുഴഞ്ഞു വീണോളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചിട്ട് എല്ലാവരും അല്ലാട്ട ഈ ഇരിക്കുന്നതിൽ നല്ല അധ്വാനശീലന്മാരുണ്ട്. നമ്മൾ മാറ്റി സാറെ കണ്ടില്ലേ? നല്ല അധ്വാനശീലരാണ് അവരൊക്കെ. ഇപ്പോഴും ഞാൻ രാവിലെ തന്നെ സൈക്കിളിൽ വിട്ട് അല്ലെങ്കിൽ നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ അനേകം കാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പോ ഈ സാധനം നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പ്രഷറിന് ലോ ആക്കൂല, ഫാസ്റ്റും ആക്കൂല. അങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ട്. പ്രഷർ ഡൗൺ ആയി നമ്മൾ ആള് പോയി എന്ന് പറയൂലേ, അത് സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം ഞാനത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായ സാധനം കെട്ടിക്കൊടുത്തുകൊണ്ട് കുഴഞ്ഞു വീണ ആള് മിനിറ്റുകൾക്ക് മുമ്പായിട്ട് കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചത് എന്താ അത്ഭുതം ചോദിച്ചത്. അവിടെ ഉണ്ടായിരുന്നവരും ചോദിച്ചു. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇത് നമ്മുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ അസുഖമില്ലാത്ത ആളുകൾ കെട്ടുന്നത് ലെഫ്റ്റ് കയ്യിൽ, പ്രഷറിന്റെ അസുഖമുള്ള ആളുകൾ മരുന്ന് കെട്ടുന്നത് റൈറ്റ് കൈ കേട്ടോ നമ്മളിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് എല്ലാം കൂടി ഒന്നിച്ച് പറയാനുള്ള സമയമില്ലാത്ത നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യും ഇതിനകത്ത്. ഞാൻ ലീഡേഴ്സിനോട് അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയാണ്, മോട്ടോറിനെ പറ്റി ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോകും. അത് തന്നെയാണ് അൽത്താബിനെ പറ്റി ഒന്ന് ഓടിച്ചു പോകും കേട്ടോ. അനുമതി ഉണ്ടെങ്കിൽ എനിക്കത് എഴുതി കാണിക്കണം എന്ന് പറയുന്നത്. അപ്പോ ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രഷർ തന്നെ കൺട്രോൾ ആവാനായിട്ട് നമ്മൾ എത്രയോ കാലമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ, നമ്മളെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ സമൂഹത്തിലുള്ള ആളുകൾ. പക്ഷെ ഈ ഒരു സാധനം കൊണ്ട് നമ്മുടെ പ്രഷർ കൺട്രോളിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണെന്ന് തന്നെ നമ്മൾ പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു സാധനം ലോക മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. എന്തോ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? കണ്ടുപിടിച്ചിട്ടില്ല. സയൻസ് ഒക്കെ ഇത്രയും, അതായത് സയൻസ് ഒക്കെ ഇത്രയും പുരോഗമിച്ചെങ്കിൽ കൂടി ഒരു കാര്യമാണ്. മെഡിക്കൽ സയൻസ് ഇപ്പോഴും കണ്ടുപിടിക്കാൻ അനേകം കാര്യങ്ങൾ കിടക്കുകയുള്ളൂ. അത് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് കഴിഞ്ഞ ലോകത്തിന്റെ ഒരു പോക്ക് എല്ലാം കണ്ടുപിടിച്ചത് ദൈവത്തിനായിരിക്കും വേണ്ടല്ലോ. അപ്പോ ഇത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദം. അതേപോലെ തന്നെ മൈഗ്രെയിൻ തലവേദന വന്നിട്ട് അനേകം ആളുകൾ ബുദ്ധിമുട്ടുന്ന, ആണും പെണ്ണും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിൻ്റെ ഒക്കെ കാരണം വേറെയാണ്, അത് ഞാൻ പിന്നീട് കിടക്കാം. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നമ്മൾ നെറ്റി ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ശമനം വരും. ശമനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാറും, ഉറപ്പാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇത് ഉപയോഗിച്ചിട്ട് മാറിയിട്ടുള്ളവർ. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് അതിന് ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ കുഴഞ്ഞു വീഴാതിരിക്കാൻ. ഇന്ന് കുഴഞ്ഞു വീണ കാരണം എന്താണ്? സ്ട്രോക്കാണ്. തലച്ചോറിലേക്കുള്ള സർക്കുലേഷൻ ഇല്ലോ. ഒരു ഭാഗം കൊണ്ട് കട്ടായി 4 ലെയറാണെന്ന് പറയുന്നത് അകത്ത് തിരിച്ചൊക്കെയല്ല ഒന്നിച്ചില്ല. അതിലുള്ള ലെയറുകൾ കട്ടാവും. സർക്കുലേഷൻ പോയി നമ്മുടെ കിഴിയൊക്കെ കൂടി ഒരു ദിവസം തളർന്ന് നല്ല അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഇതെന്തോരം പറഞ്ഞാലും മനസ്സിലാവാത്ത അനേകം ആളുകൾ സമൂഹത്തിലുണ്ട്. അത് അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. ഡോക്ടർമാരുടെ മക്കളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്ലാസ്, ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടുന്നില്ല. ഡോക്ടർമാർക്ക് എല്ലാം ഒരു സ്കാൻ ചെയ്യും, മെഷീൻ പറയുന്ന രീതിയിലുള്ള മരുന്ന് തരും. അത് റെപ്രസെന്റേറ്റീവ് പറഞ്ഞിട്ടുള്ള മരുന്ന് റെപ്രസെന്റേറ്റീവ് പറയുന്നു. ഇന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി അതാണ് നമുക്ക് തരുന്നത്. മറിച്ച് ഇങ്ങനെ അവയർനെസ് കിട്ടുന്നില്ല. ഡോക്ടർമാരോട് വൈകാര്യം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുന്നതാണ്. ആത്മഹത്യയുള്ള ഡോക്ടർമാരുണ്ട്, ആത്മഹത്യ ഇല്ലാത്തവരുള്ളതാണ്. അപ്പോ ഈ സാധനം നമുക്ക് ഇങ്ങനൊരു സ്റ്റോക്ക് വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിനകത്ത് അഡ്വാൻസായിട്ട് നമ്മൾ കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ഇത് രോഗം ഉള്ളവർക്കുള്ള ഒരു മെഡിസിനല്ല, ഇതൊരു മെഡിസിനേ അല്ല. രോഗം ഇല്ലാത്തവർക്കും, അതായത് ഇതിന്റെ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. അതായത് പ്രിവെൻഷൻ ആണ്. രോഗം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോണേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ശരീരത്തെ സംരക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥവാക്യം. മനസ്സിലായോ? അപ്പോ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക്
വളരെ ഗുണം ചെയ്യും. അതായത് നമ്മുടെ ഒരു കൂടപ്പുറപ്പ് പോലെ ഒരു സാധനം നമ്മുടെ കൈമലുണ്ടെങ്കിൽ എവിടെയുണ്ടായാലും ശരിയാണ്. ഇത് കൈമക്കെട്ടാണ് ആളുകൾക്ക് നടക്കാനുള്ള ആളുകൾ അനേകം ആളുകളുണ്ട്. ബയോട്ടോറിയം ചെയ്യുന്ന ആളുകളുണ്ട് ഇത് കൈമക്കെട്ടാണ് നടക്കിയത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഇതിന്റെ ക്വാളിറ്റി കളയാൻ പാടില്ല. നമ്മളെപ്പോലെ ചില അറിവില്ലാത്ത ആളുകൾ ഇതിനകത്ത് വന്ന് കുറച്ച് കാശൊന്നും പറഞ്ഞ് കയറി ഒരു ഉദ്ദേശിച്ച കാശ് കിട്ടാണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ നാട്ടിന്റെ അടിയിൽ വെക്കുന്ന സാധനത്തിന്റെ കമ്പനി പോകും. മനസ്സിലായിട്ടില്ല. ഈ നാട്ടിലൊക്കെ കമ്പനിയിലൊക്കെ പോയാല് ആ കമ്പനിയൊക്കെ എത്ര വില നോക്കുന്നൊക്കെ നമുക്കറിയാം. ഈ രാജാവാണ് ഈ ബയോട്ടോറിയം തെറാപ്പി രാജാവാണ്. അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് എത്രയോ വിദഗ്ധ സയന്റിസ്റ്റുകളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുക ഇന്നത്തെ ഈ കാലത്തിൽ മനുഷ്യന് ദൈവം എന്നുള്ള ആയുസ് സുഖമായിട്ട് ജീവിച്ചു തീർക്കാൻ അത് സാഗർ ജോഷിയിലാണ് ദൈവം കൊടുത്ത അനുഗ്രഹം. മനസ്സിലായിട്ടുണ്ടോ? അത് ഞാൻ അദ്ദേഹം ദൈവപുത്രനെ പോലെ എന്ന് പറയാൻ കാരണം. അപ്പോ ഈ സാധനം നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു കൂട്ടാളിയായിട്ട് എന്റെ ഒരു ഫ്രണ്ടാണ്, ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ഈ സാധനം, കൈമുള്ള സാധനം. ഇതിനെക്കുറിച്ച് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞു. എനിക്ക് വാച്ചിനല്ല വേണം, എനിക്ക് വാച്ചിനല്ല, എനിക്ക് ഇതിനാണ് പവർ. ഇതെന്റെ കൂട്ടുകാരനാ. ഞാൻ എവിടെ യാത്ര പോയാലും ശരിയാണ്, ആക്സിഡന്റ് മരണം സംഭവിച്ചില്ല എന്ന് തിരിച്ചു വീട്ടിൽ ഞാൻ വരുമെന്ന് എന്റെ ഭാര്യക്കും മക്കൾക്കും ഉറപ്പുണ്ടെന്ന് പറഞ്ഞാണ്. അതാണ് എന്റെ ഈ ബയോട്ടോറിയത്തിന്റെ ഈ പ്രൊഡക്ഷന്റെ പവർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ബാലസേറ്റിന്റെ നമുക്ക് ഉപയോഗിക്കാം. മൈഗ്രെയിൻ, തലവേദന, തരിപ്പ്, കൈതരിപ്പ്. ഈ കമ്പ്യൂട്ടറിനൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഉണ്ട്. കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യുന്നവർക്ക് തരിപ്പാണ്. ആദ്യം ബെല്ലിമെന്ന് തുടങ്ങും തരിപ്പ്. ബെല്ലിമെന്ന് തുടങ്ങി കാശ് പിന്നെ കൈയിന്റെ കുഴയുടെ ഉള്ളിലേക്ക് വരും. കൈയിന്റെ ഉള്ളിലേക്ക് വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാവും തരിപ്പ്, ഇങ്ങോട്ട്. പിന്നെ അവരെ ഈ വശത്തേക്ക് പോകുന്നത് ഇല്ലടോ നാത്തോനെ എന്ന് പറയും. എന്താണ് കാരണം? സർക്കുലേഷൻ ഡെഫിഷ്യൻസി. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള അയണിന് പവറില്ല. അതിന് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാനുള്ള സപ്പോർട്ട് കിട്ടണ്ടേ? അത് കിട്ടുന്നില്ല. അപ്പോ ഈ പ്രൊഡക്ഷനെ പറ്റി പറയാൻ കണ്ടമാനം നേരം പറയാനുണ്ട്. അപ്പൊ അത് കൂടുതൽ പറയുന്നില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെ റേഡിയേഷൻ പറയാനായിട്ട് നമ്മളിന്ന് മൊബൈൽ 24 യൂസ് ചെയ്യുന്ന ആളുകളാ. ഈ മൊബൈൽ റേഡിയേഷൻ പറയാനായിട്ട് ഈ കമ്പനി മൊബൈൽ ഉണ്ടാക്കിയിട്ടുള്ള ഐഫോൺ ഉണ്ട്, ലക്ഷങ്ങളുള്ള ഐഫോൺ ഉണ്ട്. ആ ഫോൺ കണ്ടുപിടിച്ച ആൾ വരെയും ഇതിന്റെ റേഡിയേഷന് പ്രതിരോധിക്കാൻ ഒരു കണ്ടുപിടുത്തം കാണിച്ചിട്ടില്ല. അതിനാണ് സാഗർ ജോഷിക്കാർ കണ്ടുപിടിച്ചത്. ഈ സാധനം ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റേഡിയേഷൻ അറിയില്ല, ഒരു റേഡിയേഷനും വൈപ്പർ റേഡിയേഷൻ അറിയില്ല. നമ്മളൊരു കറണ്ട് ഒരു ലൈറ്റ് ഇട്ട് അതറിയില്ല, ഒന്നിന്റെ റേഡിയേഷൻ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ റിസ്റ്റ് പാഡിന് കേട്ടോ. പിന്നെ ഇഷ്ടം റിക്വസ്റ്റ് ഉള്ളത് എപ്പോഴും നമ്മൾ ഈ യാത്രയിൽ ഇതിനകത്ത് ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഓരോ ലീഡർമാരും ഇത് മുറിച്ച് കളഞ്ഞത്, ദൈവത്തിന് ഓർക്ക് മുറിച്ച് കളഞ്ഞത്. ഇതിങ്ങനെ ചുറ്റിങ്ങാന്നിട്ട് ഇതുമല് ഇലക്ട്രോൺ വെച്ച് ചുറ്റി കഴിഞ്ഞാല് നമ്മൾ യാത്ര സമയങ്ങളിൽ ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, നടന്ന് യാത്ര ചെയ്യുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഹോട്ടലിലാവട്ടെ, എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തല കറങ്ങുക കുഴഞ്ഞു വീണ് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ അയച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വെച്ചാൽ ഇങ്ങനെ വെക്കരുത്. നെറ്റി കെട്ടുമ്പോൾ എപ്പോഴും ബാക്കിൽ കെട്ടണം. നമ്മൾ തലച്ചോറിന് പ്രശ്നം നമുക്ക് ബാക്കിലാണ്. മനസ്സിലായോ? ഫ്രണ്ടിൽ നമുക്ക് നല്ല തോന്നിട്ടുള്ളൂ. അത് ശരീരത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്, അത് എനിക്ക് ഒന്നാണ്. അപ്പൊ ഇങ്ങനെ ബാക്കിലേക്ക് ചുറ്റി കെട്ടി കൊടുക്കണമെങ്കിൽ നമ്മളെ വെക്കൽ നീക്കം വേണം. മനസ്സിലായിട്ടുണ്ടോ? ആളുകൾ ഒരു സ്റ്റോക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പൊ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഇത് നിങ്ങൾക്ക് എത്തിക്കുമോ? നിങ്ങൾക്ക് ചെയ്യാമോ? അപ്പൊ ഇതിങ്ങനെ ചെയ്യാം. മെത്തഡ് എപ്പോഴും നമ്മുടെ ഇത്രയും റിസർച്ച് തന്നെ നമ്മൾ കൊണ്ട് നടക്കണം എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത് തെറ്റിദ്ധരിക്കരുത്, എന്നോട് പരിഭവം തോന്നിയതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടില്ല, അത്യാവശ്യം പറഞ്ഞ് വെച്ചേക്കണം സമയമില്ലാത്തതിന്റെ പേരിൽ. രണ്ടാമത്തെ പ്രോഡക്റ്റ് കിങ് ഓഫ് കിങ് വാട്ടർ എനർജി പേര്. എല്ലാവർക്കും അറിയുന്ന എന്തൊക്കെ കൂടി ആളുകൾക്ക് അറിയാൻ പാടില്ല കൂടുതലും. അതിലാരെങ്കിലും പറഞ്ഞിട്ട് തോന്നിയിട്ടുള്ള ആൾക്ക് അറിയാൻ പറ്റൂല. അപ്പോ ഇതാണ് കിങ് ഓഫ് കിങ് എന്ന് പറയുന്ന വസ്തു. അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ ഓരോ വ്യക്തികളും കുടിക്കുന്ന വെള്ളത്തിന്റെ കട്ടിയെ ലഘൂകരിക്കാൻ ഇതിന് ഭയങ്കര കഴിവാണെന്നുള്ളതാണ്. അതാണ് സാഗർ ജോഷി സാറിന്റെ തല വര, ദൈവം വരച്ച വര. അതായത് നമ്മളൊക്കെ ഇന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, എരിഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മളകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ
നിസ്സാര വെള്ളമേ നമ്മുടെ കോശങ്ങളെ എരിച്ചു കൂടെ പോയിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് അങ്ങോട്ട് താഴോട്ട് പോയി 1/2 മണിക്കൂർ കഴിയുമ്പോൾ യൂറിനായിട്ട് അങ്ങോട്ട് പോകും. ഇത് നമ്മളോട് ഡോക്ടർമാര് പറഞ്ഞു തരുന്നില്ല. തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുന്നു പറയാൻ കാരണം വെള്ളത്തിനകത്ത് ഇക്കോളി വൈറസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് പല പുഴകളിൽ നിന്ന് പല വിഷാംശങ്ങൾ നടന്നിട്ടുള്ള ഫാക്ടറി, അതായത് എഫ്എസിറ്റിയില് മാലിന്യങ്ങൾ പോന്നിട്ടുള്ള പല കാനകളില് മാലിന്യങ്ങൾ പോന്നിട്ടുള്ള നിങ്ങൾ കാണുന്നില്ലേ? ഓരോ ജില്ലക്കാർക്കും അറിയാം. എല്ലാ രാജ്യത്തും കാനകളുണ്ട്. ഈ കാനകളിൽ അനേകം മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളാണ് ഈ കാനയിലൂടെ ഈ കായലിലേക്ക് വരുന്നത്. ഇത് കീഴോട്ട് പോകല്ല, കായലിലേക്ക് പോരാണ്, പുഴയിലേക്ക് പോരാണ്. അതിങ്ങനെ ഒഴുകി ഒഴുകി ആളുകൾ എന്തെല്ലാം എന്തെല്ലാം ആയിട്ടുണ്ടായാലും ആ വെള്ളമാണ് നമുക്ക് നമ്മള് കുണ്ടറകളിൽ ലക്ഷത്തിലെത്തുണ്ട്. ഏത് ഈ കുപ്പിയല്ല, ഈ കുപ്പിയല്ല, ലേബലൊട്ടിച്ച കുപ്പികൾ കാനയിലൂടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള കാന വരുമ്പോ ഓർമ്മയുണ്ട് നമ്മുടെ പുഴയിലേക്കൊക്കെ. ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അറിയില്ല ആളുകൾക്ക്, കുറെ ആളുകൾക്ക് അറിയില്ല, കുറെ ആളുകൾക്ക് അറിയാം. അപ്പോ ആ വെള്ളത്തിനകത്ത് അനേകം ബാക്ടീരിയകളുണ്ട്. അതായത് മനുഷ്യന്റെ ജീവന് ഹാനിയായിട്ടുള്ള അനേകം ചീത്ത വസ്തുക്കളുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ആ വെള്ളത്തിന് നമ്മള് തിളപ്പിച്ചാറ്റി കുടിക്കാൻ പറയുന്നത്. അതിന് മുമ്പ് ഒരു ക്ലോറിൻ ഇടും ഇതിനെ കുറച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, പലത് നശിക്കില്ല. മനസ്സിലായോ? അപ്പോ ആളുകള് ഈ കുടിക്കുന്ന വെള്ളം മലിനവെള്ളമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന് കട്ടി കൂടുതലാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളമല്ല, ഇപ്പം കുടിക്കുന്ന വെള്ളത്തിന് കട്ടി കൂടുതലാണ്. അതായത് കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കണ്ട, തന്മാത്രക്കൂട്ടങ്ങള് ഇതിനെ വിഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കോശങ്ങളുടെ മൗത്തിന് സൂട്ടബിൾ ആവുന്ന വെള്ളമാക്കി തരാനായിട്ട് ഇതിന് കഴിവുണ്ട്. അതായത് ഇതേപോലെ ചില്ല് ബോട്ടലിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ 15-20 മിനിറ്റിനുള്ളിൽ 1-2 ലിറ്റർ വെള്ളത്തിന്റെ കുപ്പി മുതൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ 15-20 മിനിറ്റിനുള്ളിൽ ആ വെള്ളത്തിന്റെ തന്മാത്രക മോളിക്കുള്ളിനെ ചെറുതാക്കിക്കൊണ്ട് നമ്മുടെ കോശങ്ങളുടെ മോളിക്കുള്ളിനനുസരിച്ചിട്ട് ആ വെള്ളത്തിന് നമുക്ക് ആക്കി തരുന്നു. അതിനുള്ള കഴിവ് ജീവൻ ഇതിനുണ്ട്. കോശങ്ങളുടെ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.35 ആണ്. നമ്മ കുടിക്കുന്ന മുമ്പത്തെ അതായത് നേരിട്ട് പൈപ്പിൽ നിൽക്കുന്ന വെള്ളത്തിന്റെ തന്മാത്രകൾ 20-22 മറിച്ച് ഇവനവര് ചുറ്റി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കോശങ്ങളുടെ മൗത്തിന് സൂട്ടബിൾ ആയിട്ട് 7.35 വയ്ക്കുന്നു. അതിനേക്കാൾ ചെറുതാക്കി തരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഇങ്ങനെയുള്ള വെള്ളമാണ് ഒരു മനുഷ്യ ശരീരത്തിന്, മനുഷ്യരുടെ എല്ലാ ജീവനാണെന്ന് നോക്കും, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിന് ഇങ്ങനെയുള്ള വെള്ളമാണ് കിട്ടേണ്ടത്. എന്തിനാണ് നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിന് നമ്മുടെ കോശങ്ങള് അയൺ ചെയ്യുക, അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള പശുപശുപ്പുള്ള എണ്ണ വസ്തുക്കള്, കൊളസ്ട്രോൾ മാത്രമല്ല, കൊളസ്ട്രോൾ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണം. പക്ഷെ അല്ല വസ്തുക്കള് ഇന്ന് നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചിട്ടും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ശ്വാസം നമ്മൾ എടുത്തിട്ടും, അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്രിമമായില്ല, വെറും വണ്ടികളുടെ പോലെ ആത്മലക്ഷണം എന്ന് മറ്റു കയറ്റുന്നത് നിസ്സാര പ്രാണവായുള്ളൂ. ദൈവം തരുന്നുണ്ട്. പക്ഷെ അത് പ്രകൃതി പുരോഗമിച്ചപ്പോൾ അതിന് ചെറിയ മാന്യങ്ങൾ സംഭവിച്ചു, അതിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് അതിനും തിക്കൻസ് കൂടുതലെന്നുള്ളതാണ്. സംഗതി വലിച്ചു കയറ്റുന്നുണ്ട്. ഇത് വലിച്ചു കയറ്റും. അതുപോലെ ശ്വാസകോശ പ്രോബ്ലം ആളുകൾക്ക് വരാൻ കാരണം നമ്മുടെ ലങ്സ് ഇത് വലിച്ചെടുക്കുമ്പോൾ വികസിക്കുന്നില്ല. എന്താണ് കാരണം? ശുദ്ധമായ ഓക്സിജനുള്ള വെള്ളം ശരീരത്തിൽ കിട്ടുന്നില്ല, ലങ്സിന്റെ ക്ലൻസിങ് നടക്കുന്നില്ല, ക്ലീനിങ് നടക്കുന്നില്ല. നമ്മളത് കുളിക്കുന്നുണ്ട്, നല്ല അടിപൊളി സോപ്പ് തേച്ച് ഐശ്വര്യമായിട്ട് സോപ്പൊക്കെ തേച്ച് ബാത്റൂമിൽ കിടന്ന് അടിച്ച് പൊളിച്ചൊക്കെ ഇറങ്ങുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസം അത് കണ്ടറിയണം. അകത്തൊരു ക്യാമറ വെച്ചാൽ അറിയാൻ പറ്റും അതിന്റെ പ്രതിഭാസങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ളത്. മനസ്സിലായോ? അപ്പോ ഈ വെള്ളം നമ്മളൊരു ദിവസം 100 മില്ലി വെള്ളം കുടിച്ചാൽ 80 മില്ലി വെള്ളം ഒരു നേരം, അല്ലെങ്കിൽ ദിവസം 80 മില്ലി വെള്ളം നമ്മുടെ കോശങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യും. കോശങ്ങൾ ക്ലൻസിങ് നടക്കും. ഈ കോശങ്ങൾ ക്ലൻസിങ് നടക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. അത് ദൈവമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന സിസ്റ്റമാണ്. ക്ലൻസിങ്, ബാലൻസിങ്, ആക്ടിവേറ്റിംഗ്, ഡിഫൻഡ് സിസ്റ്റം നമ്മുടെ ബോഡിക്കുണ്ട്. അത് പ്രാവർത്തികമാകുമെന്നുള്ളതാണ് നമ്മൾ ഈ മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ. എന്താന്ന് വെച്ചാൽ ആ വെള്ളത്തിന് അത്രയും കഴിവുണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എംപ്റ്റി സ്റ്റോമക്കിൽ ഒരു 200 മില്ലി വെള്ളം
ഈ കാണുന്ന ഗ്ലാസ്സിനകത്ത് ആണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അതെനിക്ക് മനോജ് സാറ് പറഞ്ഞത് കൊടുത്ത ആ ക്രിയ അലിക്ക് പറഞ്ഞെന്നും അലിക്ക് പറഞ്ഞതനുസരിച്ചും മനോജ് സാറ് പറഞ്ഞതനുസരിച്ചും പിന്നീട് നമ്മുടെ ഇല്ലാത്ത ലീഡേഴ്സ് പറഞ്ഞതനുസരിച്ചും കറക്റ്റായിട്ട് ചെയ്യുന്നു വന്നപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഗുണം മനസ്സിലായത്. അതായത് നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റു 200 മില്ലി വെള്ളം രാവിലെ നമുക്ക് സ്റ്റോക്കിൽ ഇരുന്ന് വളരെ സാവകാശം വെമ്പിപ്പഞ്ഞ് കുടിക്കരുത്, സാവകാശം കുടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്യും. രണ്ടാമതായിട്ട് വരുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് കറക്റ്റ് ചെയ്യും. നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട് കുടലിനകത്ത്, പെരിസ്റ്റാറ്റിക് സിസ്റ്റം. അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിന്റെ ഭിത്തിയിലൊക്കെ തങ്ങിയിരിക്കുന്ന നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ്, ആ വേസ്റ്റിനെ ദിവസേന ക്ലീൻ ചെയ്ത് താഴോട്ട് ഇറക്കി കൊടുക്കും. ഈ താഴോട്ട് അത് ഇറക്കായിട്ട് ഇറക്കി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ടോയ്ലറ്റിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഗുസ്തി ഒന്നും പിടിക്കേണ്ട, നമ്മളാരും ഒരു ഗുസ്തി പിടിക്കേണ്ട വേർക്കാൻ വേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ ചെന്നിരുന്ന് ആ ഹാബിറ്റും കഴിഞ്ഞ് നമുക്കിവിടെ ഇറങ്ങിപ്പോരാ. അതല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് കഷ്ടപ്പെട്ട് ഗുസ്തി പിടിച്ച് ജിമ്മെടുത്ത് ലാറ്റ് വെട്ടി വരച്ച് വരുമ്പോ വീട്ടിലോട് ചോദിക്കും എന്താണിത് നിങ്ങളാകാൻ നേരത്തില്ല. ഇല്ല ഒന്നുമില്ല, ഞാനൊന്ന് പുറത്ത് ചെന്നിട്ട് എന്തോ ചെയ്ത് എന്ന് പറയുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്ലാസ് ഒരു 200 മില്ലി ഈ വെള്ളം നമ്മൾ രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണത്. അതായത് നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് നടക്കും. മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ യൂറിനറി പ്രോബ്ലംസ് ഇല്ലെങ്കിൽ ശരിയാണ്, യൂറിനറിലെ കറക്റ്റ് ചെയ്യും. നമ്മുടെ ബ്ലാഡറിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അവരുടെ കിഡ്നിക്ക് വളരെ എളുപ്പമാണ്. അതായത് ഈ വെള്ളം കുടിച്ച് ക്ലൻസ് ചെയ്ത് പോകുന്ന ടോക്സിൻ വളരെ ലഘൂകരിക്കും. അപ്പൊ നമ്മുടെ കിഡ്നിക്ക് അത് വളരെ എളുപ്പമാണ്. കിഡ്നി കംപ്ലൈന്റ് വരൂല. അതിന്റെ കാരണം വെള്ളത്തിന്റെ നമ്മുടെ ശരീരത്തിനകത്തുള്ള അരിക്കിന്റെ ഒക്കെ സ്ട്രെങ്ത്തിനെ കുറച്ചുകൊണ്ട് ലഘുവായിട്ട് നമ്മൾ ഈ അമൃതപ്പൊടിയൊക്കെ കുറിച്ച് കുടിക്കാറുണ്ട് ഈ വയസ്സുകാലത്ത് എന്ന പോലെ വളരെ നോർമൽ ആയിട്ടാണ് പൊയ്ക്കോളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കിഡ്നിക്ക് ലോഡ് കുറയും. മനസ്സിലായിട്ടുണ്ടോ? മെയിനായിട്ട് നമ്മൾ ഓരോ ഓർഗനും നമ്മൾ പരിപാലിക്കണം. അത് ഇങ്ങനെയൊക്കെയുള്ള പരിപാലനങ്ങളാണ് നമുക്ക് നിസ്സാര കാശ് നടക്കുന്ന സംഭവമല്ലേ. 25 കോടിന് ഉപയോഗിക്കാനായിട്ട് 10,700 അല്ലെങ്കിൽ 9,800 ഇപ്പോ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്കൂട്ടി നോക്കുക. നമ്മൾ എന്നും പോണ്ട, ഹോസ്പിറ്റലിൽ കുറക്കാം, ഡയബറ്റീസ് വാട്ടിൽ കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കുറക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ വെള്ളം കുടിക്കുമ്പോൾ മൈഗ്രീൻ തലവേദന കുറയും, തലച്ചോറിലേക്കുള്ള സർക്കുലേഷൻ ഒക്കെ പ്രോപ്പർ ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടോ? ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് അൽഷിമേഴ്സ് എന്ന് പറയും ചില ഡോക്ടർമാര്. നമ്മ വന്ന ബുദ്ധി പറയണത് അവര് പരസ്പരം പറയും. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ അൽഷിമേഴ്സ് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടായിരിക്കില്ല. അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും ഈ വെള്ളം. ഒരു ദിവസം മാത്രം കുടിച്ചാൽ കേട്ടോ, നിരന്തരം നമ്മൾ ചെയ്യണം. അപ്പൊ അൽഷിമേഴ്സ് പ്രോബ്ലംസിനെ നമ്മളെ കറക്റ്റ് ചെയ്ത് അത് നമുക്ക് വരില്ല. മൈഗ്രീൻ ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സർക്കുലേഷൻ ഡെഫിഷ്യൻസിയും ബ്ലഡിൽ ഓക്സിജൻ ഇല്ലായ്മയാണെന്നുള്ളത് 100% സയൻസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് കണ്ണിന് നല്ല ക്ലാരിറ്റി കിട്ടും. അതായത് നമുക്ക് പത്രം വായിക്കാനൊക്കെ കണ്ണടിയിലാണ് നമുക്ക് പത്രം വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോവാതിരിക്കാൻ വളരെ സഹായിക്കും എന്നുള്ളതാണ്. മുടി കൊഴിഞ്ഞു പോവാതിരിക്കാൻ. ഇനി മുടി പോയി കഷണ്ടി വന്നിട്ടുള്ള ലേഡി ആവട്ടെ ജെൻസ് ആവട്ടെ അവർക്ക് തലയിൽ മുടി വരാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ വെള്ളം. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നെറ്റ്വർക്ക് സാറൊക്കെ എന്റെ മരുമകളെ മുടി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ മുടി വരാൻ എന്നത് മുടി വരണൊരു മരുന്നല്ല. നമ്മുടെ കഷണ്ടി വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ രോമകൂജം ഒരു പാട വന്നണെങ്കിൽ നമ്മൾ കാണാത്തൊരു പാടയാണ്. മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മാത്രം കാണുന്ന ഒരു പാടയാണത്. അപ്പോ ആ പാടയെ അവിടുന്ന് ദിവസം നമ്മൾ ഈ വെള്ളം തുടച്ച് കളയാതെ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട അവിടെ നിന്ന് ഇല്ലായ്മപ്പെടും. അപ്പൊ ആ രോമകൂജം വികസിക്കുമ്പോൾ അവിടെ രോമം മുളച്ചു വരും. ഇതാണ് നമ്മളെ ഈ വെള്ളം തൊടുമ്പോ രോമം മുളക്കും എന്ന് പറഞ്ഞ കാരണം. അതല്ലാതെ രോമം മുളക്കൊന്നും മരുന്നല്ല, രോമം മാറ്റുന്ന മരുന്നല്ല, ഇതൊരു മരുന്നേയല്ല. ഇത്
നമ്മുടെ ശരീരത്തിന്റെ 11 സിസ്റ്റത്തെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ ശരീരത്തിനെ സഹായിക്കുന്നതായിട്ടുള്ളൊരു തെറാപ്പിയാണിത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ മാഗ്നറ്റിസം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ലേഡീസിന് ഒരു സംഭവമുണ്ട്, അത് മറക്കരുത്. ലേഡീസ് അത് എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക. വിപണിയിൽ എപ്പോഴും ലേഡീസ് ഈ ഇന്നത്തെ തലമുറയോട് പറയാ, നിങ്ങളുടെ ഗൈനക്കോസ് പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും മാഗ്നറ്റിസം വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ. നമുക്ക് അനുഭവമല്ലോ, നമ്മുടെ മനോജ് സാറ്, അതേപോലെ വേറെ അനേക ആളുകള് അവരുടെയൊക്കെ ഭാര്യമാരുടെ യൂട്രസ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർമാരെ മുറിച്ച് മാറ്റാൻ പറഞ്ഞതാ. അവർക്ക് എന്താണ്, അവർക്ക് ആശാൻ കിട്ടുള്ളൂ. ഏത് മനുഷ്യന്റെ എന്ത് അവയവം വെച്ചാൽ അവർക്ക് ആശാൻ കിട്ടുന്നത്, നമുക്കതല്ല ആ അവയവത്തിണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ 8 വയസ്സ് മുതൽ, പണ്ട് കാലത്ത് 15 വയസ്സിലൊക്കെയാണ് പെൺകുട്ടികൾ പ്രായപൂർത്തി കാണിക്കുന്നത്. ഇന്ന് 8 വയസ്സ് മുതൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? തന്നീ കണ്ട് ജങ്ക് ഫുഡുകളെല്ലാം മേടിച്ച് തിന്ന് 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 കണ്ട ഐസ്ക്രീമും ഈ കണ്ട കേക്കും സാധനങ്ങളൊക്കെ തിന്ന് വയറ് നിറച്ച് വയറിങ്ങനെ കുംഭമായി ആക്കി കാണിട്ട് നടന്ന് കുട്ടികൾക്ക് ഇത് വരുമ്പോ എന്റെ 2 പേരെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു പ്രോബ്ലം. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് അവർക്ക് മാറ്റങ്ങൾ വന്നത്. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾക്കും 50 വയസ്സുണ്ടാവും ഈ പറഞ്ഞ സംഭവം. ഈ 50 വയസ്സുള്ള ആൾക്കും ഇപ്പോഴത്തെ കാലത്ത് ആ പ്രതിഭാസം ഉണ്ട്. വയറ് വേദന, കണ്ടല് വേദന ഒക്കെ ഉണ്ട്. അപ്പോ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാഗ്നറ്റിസം വാട്ടർ. അപ്പൊ ഈ വാട്ടർ പാഡിന്റെ വെള്ളം, ഇത് വിറ്റ് നോക്കുന്ന വെള്ളത്തിന് അനേകം ഗുണങ്ങൾ ശരീരത്തിനുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ ഒരു ദിവസം വേണ്ട വരും, നേരം കുറവാണ്, 43 അപ്പോ ഇതാണ് നമ്മുടെ വാട്ടർ പാഡിന്റെ ഒരു ഗുണമേന്മ. ഈ വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ കുടിക്കാൻ 20-25 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ദിവസം. അങ്ങനെ വരുമ്പോൾ ഒരു 10-60 കിലോ വെയിറ്റ് ഉള്ള ആളുകൾക്ക് 3 കുപ്പി വെള്ളമെങ്കിലും കഷ്ടിച്ച് നമ്മൾ പലപ്പോഴായിട്ട് കുടിക്കണം. കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലൻസിങ് നടക്കില്ല, ബാലൻസിങ് നടക്കില്ല, ആക്ടിവേഷൻ നടക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ദേഹം വേദന എന്ന് പറയും. ശരീരത്തിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന നീർക്കെട്ടിന്, അതായത് ഇൻഫ്ലമേഷന് ശരീരത്തിന് കുത്തിളക്കുന്നതാണ് ഈ നമുക്ക് ദേഹം വേദന എന്ന് പറഞ്ഞ്. അതിനെ വരെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മാഗ്നറ്റിസം വാട്ടറിന്. അപ്പൊ അനേക ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഈ ഇതിന്റെ കാര്യം. പിന്നുള്ളതാണ് നമ്മുടെ മാട്രസ്. മാട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x3 ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 6x3 ഒരു മാട്രസിനകത്ത് 120ഓളം മാഗ്നറ്റ്സ് ഉണ്ട്. സൗത്ത് പോളും നോർത്ത് പോളും. ശരീരത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും അനുസരിച്ച് ഇതിനകത്തും സാധനം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കിടന്നാലും നമ്മുടെ ശരീരത്തിനകത്ത് ഈ സാധനം എഫക്ട് ചെയ്യും. ശരീരത്തിൽ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ മൊത്തം ശരീരാവയവങ്ങൾക്ക്, നമ്മുടെ 78 ഓർഗൻസിനും ഈ മാഗ്നറ്റിക് പവർ കിട്ടിയത്. മാഗ്നറ്റിക് പവർ കിട്ടുമ്പോ ഇവരൊക്കെ എല്ലാവരും ആക്റ്റീവ് ആണെന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളോളം ശരീരത്തിൽ വെളിച്ചമില്ലാതെ കിടന്നു, ആലസ്യത, ജീവിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, മറ്റുള്ളവരായിട്ട് കാണുമ്പോ ചിരിക്കുന്നുണ്ട്, ഉള്ളിലുണ്ടല്ല തീയാണ്. എനിക്കിപ്പോ ആൾക്ക് കാണുമ്പോ ഞാനിങ്ങനെ, പക്ഷെ ആ ഒരു അവസ്ഥയെ ഇല്ലാതെ ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഒരു സർക്കോഡിയൻ സിസ്റ്റം ഉണ്ട്. നമ്മുടെ ശരീരത്തിലും ദൈവം തമ്പുരാൻ ഒരു കറണ്ടിന്റെ പ്രതിഭാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റോഡ് സൈഡിൽ കണ്ടിട്ടില്ലേ ട്രാൻസ്ഫോമറും വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഫാൻ ഇടാനും ലൈറ്റ് ഇടാനും മിക്സി അടിക്കാനും എല്ലാത്തിനും വെച്ചിട്ട് നമുക്കിങ്ങനെ അറിയുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ഹാർട്ടിന് കിട്ടണം. എങ്കിലാണ് നമ്മുടെ ഹാർട്ടിന്റെ ഇടിപ്പ് 82 താഴെ വന്നിട്ട് 72 വരെയും ഇടിക്കണം നമ്മുടെ ഹാർട്ട് ഒരു മിനിറ്റില്. 70-82 ആ രീതിയിൽ. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ നല്ല ആരോഗ്യം ഉണ്ടാവണം. നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ മസിലിന് നല്ല പവർ ഉണ്ടാവണം. അതിന് ഈ സർക്കോഡിയൻ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. ഈ എർത്ത് കിട്ടണം നമുക്ക്. ഈ എർത്ത് ആത്മീയ കിട്ടൂല. അവര് ചതിരി കിടക്കുന്നുണ്ട് നമുക്ക്, അവർക്ക് കിട്ടൂല. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടൂല. കുണാഴ്ച കിടത്തും, നമ്മള് വെന്റിലേറ്ററിൽ കിടത്തും. മരിച്ച ബോഡിക്കും കൂടി കാശ് മേടിക്കുന്ന ഒരു വ്യവസായമാണ് ഹോസ്പിറ്റൽ വ്യവസായം. മനസ്സിലായോ? മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വരെ വെന്റിലേറ്ററിൽ കാശ് മേടിക്കുന്ന. ഇത് അങ്ങനത്തെ അവസ്ഥ വരില്ല.
ദൈവം ആ മനുഷ്യന് ആയുസ് കൊടുത്തിട്ടുണ്ടോ, അയാൾ ഇതും കൂടി ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, നല്ല ജീവിതം ജീവിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വെറുക്കപ്പെട്ട് ഇത് ചത്തുപോയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരണം ഉണ്ടാവൂല. നല്ല മരണം നമുക്ക് മരിക്കാൻ പറ്റും. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങൾക്ക് നല്ല എനർജി, നല്ല ഓക്സിജൻ അടങ്ങിയുള്ളതാണ്. അപ്പൊ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ലക്ഷക്കണക്കിന് കോശങ്ങൾ ഡെയിലി അതിനനുസരിച്ചിട്ട് നമുക്ക് റീജനറേഷൻ നടക്കുന്നത്. ഈ റീജനറേഷൻ നടക്കുന്ന കോശങ്ങൾക്ക് ഉണ്ടല്ല എനർജി ഇല്ല, വികലാംഗതയുള്ള കുട്ടികളെ മാതിരിയാ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ അങ്ങനെയുള്ള കോശങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. അത് ശരീരത്തിന് അതിനുള്ള പവർ തരൂല, നടക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് കിടക്കുമ്പോ കോശങ്ങൾക്ക് എനർജിയായി. നമ്മുടെ 78 ഓർഗൻസിനും ആ എനർജി കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഉറങ്ങാനുള്ള മെലറ്റോണിൻ ഉത്പാദിപ്പിക്കാനും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞത് ഈ ആൽഷിമേഴ്സ്, ഡെമൻഷ്യ, ഡിപ്രഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, അപ്പോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ എല്ലാം കൂടി തലമുറ അങ്ങോട്ട് വെക്കാം. ഇതങ്ങോട്ട് വെച്ചിങ്ങാനിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. നമുക്ക് ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന ടൈമിലാണെന്നാണ് പറയുന്നത് മനുഷ്യ ശരീരം തന്നെ ഡോക്ടറായിട്ട് മാറുന്ന ഒരു കാലഘട്ടം, ഒരു ടൈമുണ്ട് അത്ര. ആ ടൈമിന് നമുക്ക് അതിനെപ്പറ്റി പറയാൻ നേരമില്ലാട്ടോ. ഞാൻ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു നിർത്താൻ പോവുകയാണ്. കുറെ പറയാനുണ്ട്. അപ്പോ നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്റെ പകുതി രോഗം കുറയുന്നുള്ളതാണ്. ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇതും കൂടി വെച്ച് തലക്ക് വെക്കണം. അതായത് ഇത് മേടിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഉറങ്ങാനുള്ളത്, സംസാരിക്കാനുള്ളത്, നമുക്ക് ചിന്തിക്കാനുള്ളത്, നമുക്ക് അങ്ങനെ പറയാനുള്ളത്, അതിനുള്ള അനേകം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ശരീരം. മനസ്സിലായിട്ടുണ്ട? നമ്മളായി എടുക്കുന്നതാണ് ഷുഗർ, പ്രഷർ, തൈറോയ്ഡ്. ഇതല്ല നമുക്ക് ആസിഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, അറ്റൻഡാമിനോ ആസിഡ്, സോഡിയം, മാഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, പൊട്ടാസ്യം, ഫ്ലൂയിഡ്, ആൽക്കഹോൾ, അങ്ങനെ നിരവധി വസ്തുതകൾ ഉത്പാദിപ്പിക്കാനുള്ള അവയവം കൈ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഊർജം കൊണ്ട് ഇതൊക്കെ അതാത് ദിവസം മാനുഫാക്ചറിങ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് ഓരോന്നും കൊണ്ടപ്പോ ഷുഗർ ഫാസ്റ്റ്, ഷുഗർ ലോ. എന്താണ് അതിന്റെ സിസ്റ്റം ശരിയല്ല. അത് സിസ്റ്റം ശരിയാവാത്ത കാരണമാണ് അതിന് വേണ്ടുന്ന ന്യൂട്രീഷൻസും വെള്ളവും വായുവും കിട്ടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു സ്ഥിതിവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഒരു ഗുണമേന്മയില്ല എന്നുള്ളതാണ്. ദോഷമില്ലാതെ ഒരു ഗുണമേന്മയില്ല. അതിനാണ് നമ്മുടെ സാഗർ ജോഷി സാറ് തന്നെ നിർമ്മിച്ച്, അതായത് ഇറക്കിയിട്ടുള്ളതായിട്ടുള്ള മോർ പവർ. ഈ മോർ പവർ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുള്ള ആളുകൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ രോമാഞ്ചം വരുമെന്നുള്ളതാണ്. നല്ല നമ്മുടെ മനോജ് സാറിനെ കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ ചെക്കന്റെ പോലെ ആയിട്ടുണ്ട്. ചെറുപ്പക്കാരൻ ചെക്കന്റെ പോലെ അങ്ങനെ അനേകം ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഡാനി സാറിനെ കണ്ടില്ലേ, അങ്ങനെ അനേകം ആളുകൾ. അപ്പോ ഈ മോർ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരക്കാരല്ല, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യാൻ തലച്ചോറിൽ വരുന്ന ഒമേഗ3 ഫാറ്റി ആസിഡ്, ഒമേഗ3, ഒമേഗ6, അതേപോലെ തന്നെ കുറെ എൻസൈമുകളുണ്ട്. ഇതൊക്കെ കിട്ടണം. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ അവരുടെ പ്രവർത്തനം നടക്കുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവരെന്ത് നശിച്ചു പോയാൽ ലിവർ ഡിസീസ് 50% ലിവർ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് 20 പോയി കഴിഞ്ഞാൽ, അതായത് 40 വയസ്സ് കഴിഞ്ഞാൽ 20% ഉണ്ടാവും. അത് കഴിഞ്ഞിങ്ങനെ പോകുന്തോറും ഇത് കൂടി ലിവർ സിറോസിസായി ഇതിനെ പിടിച്ചാൽ കിട്ടൂല. ലിവറിന്റെ, അതായത് നമ്മുടെ ലിവർ എന്ന് പറഞ്ഞ ശരീരത്തിനകത്ത് 500 പരം ഫങ്ഷൻസ് ചെയ്യണം ഒരു ദിവസം. അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് എന്താണെന്നറിയാൻ വേണ്ട. ലിവറിന്റെ കോശങ്ങളൊക്കെ പോയി വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചു കയറ്റി എല്ലാവരും ആൽക്കഹോൾ അടിക്കില്ല. പക്ഷെ ഭക്ഷണ രീതി, ആൽക്കഹോളിക്ക് കൂടുതലായിട്ട് അമിതമായ മരുന്നിന്റെ ഉപയോഗം, ഫാറ്റി ലിവർ പോയി ലാസ്റ്റ് പിന്നെ ലിവർ സിറോസിസ് ആവും. ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപകാരപ്രദമാണ് നമ്മുടെ മോർ പവർ. നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള എല്ലാ ഓർഗൻസിനും
ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ, അങ്ങനെ ഓരോ സംഭവങ്ങൾക്കും ഡോപ്പോമ വരാതിരിക്കാൻ. ഡോപ്പോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നെ കാണൂല. ഡോപ്പോമ കണ്ണിൽ നിന്നെ കാണൂല, കണ്ണിൽ ലെൻസൊക്കെ അടഞ്ഞു പോകും. അത് വരാതിരിക്കാനും വന്നിട്ടുള്ളവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഇതതിന്റെ കൂടെ യൂസ് ചെയ്യുക. ഒരു കപ്പലണ്ടിക്ക് ഒരു പരുവത്തില് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഗുണം, ഇത്രയും ഗുണം എന്ന് പറയുന്നത് മോർപ്പൗറിന്റെ വിശേഷത പറയുന്നത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ പറയാൻ നേരമില്ല നമുക്ക്, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ഓരോ അവയവത്തിന്, നമ്മുടെ കണ്ണിന്, അതേപോലെ തന്നെ നമുക്ക് പുനരുദ്ധാരണ സിസ്റ്റം. ഇന്ന് നമുക്കൊക്കെ അത് വളരെ കുറവാണ്, തലമുറക്ക് കുറവാണത്. എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന് ഒരു പ്രതിഭാസമുണ്ട്. നമ്മുടെ ഓരോ മനുഷ്യനും 40 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സാകുമ്പോഴത്തേനും നമുക്ക് സർക്കോപ്പേനിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സംഭവിക്കും ഓട്ടോമാറ്റിക്കലി. നമ്മുടെ മസിൽ സ്ട്രെങ്ത് പോവും, എല്ലാ മസിലിന്റെ, കുടലിന്റെയും കണ്ണിന്റെയും കൈയിന്റെയും വയറി എല്ലാത്തിന്റെയും പോകും. പിന്നെ നമുക്ക് ആ ഉദാഹരണക്കുറവ് സംഭവിക്കും, മനസ്സിലായോ? അതാണ് സർക്കോപ്പേനിയ. അതിനെ മറികടക്കാൻ നമ്മുടെ മോർപ്പൗറിനും ആൽക്കാബരിക്കും കഴിവുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ നുണ പറയാൻ പാടില്ല. ബയോട്ടോറിയൻസ് ഒരാളോടൊരു കാര്യം നുണ പറയാൻ പാടില്ല. ഇതൊരു ദിവസം കൊണ്ടല്ല, മാസങ്ങൾ കൊണ്ട്, ചില ശരീരത്തിൽ വർഷങ്ങൾ പിടിക്കും, മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഈ പറഞ്ഞ സർക്കോപ്പേനിയ എന്ന് പറയുന്ന പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഈ അണ്ടൽപാദ പ്രക്രിയക്ക് വലിയ ഗുണം ചെയ്യും. ബീജത്തിന് നല്ല കറണ്ട് ഉണ്ടായിരിക്കും, കറണ്ടിങ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ എൻസൈമുകൾ ഉത്പാദിപ്പിക്കാൻ എന്നുള്ളത്, അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ മനുഷ്യനും 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അസ്ഥികൂടങ്ങളുടെ റീസെറ്റിംഗ് നടക്കും. റീപ്രൊഡക്ഷൻ അല്ല കേട്ടോ, റീസെറ്റിംഗ്. നമ്മൾ വണ്ടി സർവീസ് ചെയ്യില്ല, എല്ലാ ഭാഷയിലും റീസെറ്റ് അടിച്ച് നമ്മളെ ക്ലീൻ ചെയ്ത് നമ്മളെ കുറ്റപ്പനാക്കി എടുക്കല്, അങ്ങനത്തെ ഒരു പ്രതിഭാസം കൂടി നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കും. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ സെറ്റിംഗ് ഒന്നും നടക്കൂല. അവിടെ വേദന, ഇവിടെ വേദന, എപ്പോ നോക്കിയാലും വേദന, കഴപ്പ്, മരവിപ്പ് തന്നെ ഇരിക്കുള്ളൂ. അതങ്ങനെയാണ് നമ്മുടെ മോർപ്പൗറിന്റെയും ആൽക്കാബറിയുടെയൊക്കെ ഗുണങ്ങള്, മനസ്സിലായിട്ടുണ്ടോ? അപ്പോ നമ്മൾ റീസെറ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഓർഗൻസിലൊക്കെ ഓരോ ജോയിന്റിലും വേണ്ടുന്ന മതകളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയുസ് നടന്ന് സുഖമായിട്ട് സന്തോഷിച്ച് ജീവിച്ച് അവസാനം നല്ലൊരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് യാത്രയാവാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഈ മോർപ്പൗറും നമ്മൾ ഈ ബയോട്ടോറിയം കൂടി ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഒരു ഗുണമേന്മ. അതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ഗുണങ്ങളും പറയാൻ നേരം ഇല്ല, 1.5 മണിക്കൂർ വേണ്ട വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും എത്തണില്ല. അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ പറയാൻ എനിക്ക് അറിയാമെന്ന് മാത്രം, അത് പറയാനുള്ള അവസരമില്ല. പിന്നെ ഇപ്പൊ ബയോട്ടോറിയത്തിന്റെ പ്രശ്നം പറ്റി തീർത്തൊന്നും പറയാൻ നേരം കിട്ടിയിട്ടില്ല. അത് പറഞ്ഞ് ടൈം എടുക്കും, അത് അനുവദീനമല്ലല്ലോ. നമുക്ക് ഒരു ടൈമിനൊരു പഞ്ചായത്ത് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നീക്കണം. അപ്പൊ ഞാൻ ഇത്തരം നേരം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, അറിവ് എന്ന സംഭവം ആർക്കുണ്ടായാലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവുമ്പോഴാണ് ആ മനസ്സിലേക്ക് അറിവുകൾ കയറി വരിക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നതും ചെറിയ നിലക്ക് പഠിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടില്ലെങ്കിൽ ഞാൻ ധന്യനാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എനിക്ക് ഈ അവസരം സംസാരിക്കാൻ വേണ്ടി തന്ന എന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ സംസാരിക്കുന്നു. എന്നിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ പറ്റിയിട്ട് പറഞ്ഞ സലീം അത് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയെന്ന് എന്നോട് പറഞ്ഞു തന്നെ തന്നെ നല്ലൊരു മാർഗത്തിലേക്ക് ആക്കി തരണമെന്ന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. അപ്പോ എല്ലാവർക്കും സെലീമയുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്ന പോലെ
നമ്മളുടെ ബോഡികളെ കുറിച്ചും സെലിമിക്കയുടെ ഒരു പ്രത്യേകത അതാണ്. സെലിമിക്കയുടെ ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് എല്ലാവർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ സെലിമിക്കയുടെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡറായ അഭിസാറിനെ കുറിച്ച് എന്താ പറയാ, എല്ലാവർക്കും ഒരു നെടുന്തൂണായി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നമ്മളെ ഒരു ചടങ്ങയിലാക്കി എന്നെ പോലെയുള്ളവരെയൊക്കെ ഈ നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഞങ്ങളുടെ ഒരു നല്ല ലീഡറാണ് അഭിസാറ്. എല്ലാവർക്കും അറിയാമല്ലോ അഭിസാറിനെ കുറിച്ച്. എന്നാലും ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതാണ്, നല്ലൊരു ഗ്രേറ്റ് ലീഡർ അഭിസാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, പ്രിയപ്പെട്ട ഗീത ചേച്ചി വളരെ വളരെ മനോഹരമായിട്ട് തുടക്ക സമയത്ത് നിന്ന് വളരെ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ ഒരു പ്രസന്റേഷന്റെ കാര്യത്തിൽ എക്സ്പേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗീത ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കൺഗ്രാജുലേഷൻസ്, സൂപ്പർ. അതോടൊപ്പം തന്നെ നമ്മുടെ സലീമിക്കയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒരു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒക്കെ കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അദ്ദേഹം ഇത് എല്ലാം കേട്ടുപഠിച്ച കാര്യങ്ങളാണ്, ഓരോ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ബയോടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ്മയാണ്, അവരുടെ കഠിന പ്രയത്നമാണ് ബയോടൂറിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്നുള്ളത്. നമ്മുടെ എല്ലാ പ്രോഗ്രാം സെന്ററുകളും എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, വളരെ വളരെ എഫക്റ്റീവായിട്ട് ഈ പ്രോഡക്റ്റ് മാറിയ നിരവധി മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഈ പ്രോഡക്റ്റിന്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യരെല്ലാം ബയോടൂറിസത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ പ്രോഡക്റ്റിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ പ്രോഡക്റ്റ് ഒരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സലീമിക്ക പറഞ്ഞു തരുന്നത്. അത് യാതൊരുവിധ ഒരു ആശങ്കയോ ഒരു മടിയോ ഇല്ലാതെ ഞാൻ ചെയ്യാമെന്ന് പറയുന്ന ഒരു മനസ്സ്. ഇപ്പോ സലീമിക്ക അത് സൂചിപ്പിച്ചു. ബയോടൂറിസത്തെ കുറിച്ച് പറയാൻ 100 നാവാണ് എന്ന് വേണം പറയാൻ. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമ്മുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നമ്മളൊരു ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയുക എന്നുള്ളതല്ല, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് ഒരു മിനിമം ധാരണ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ആ മേഖലയിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കുറുക്കുവഴി എന്നുള്ളത്. പലപ്പോഴും ബയോടൂറിസത്തിലേക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. നമ്മളെല്ലാവരെ സംബന്ധിച്ച് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏറ്റവും ഇപ്പൊ മനോജ് സാർ ഇപ്പൊ 3-3.5 കോടി രൂപയിലേക്ക് അദ്ദേഹത്തിന്റെ വരുമാനം എത്തിയതാണ്. നമ്മൾ ഇന്ന് പല ആളുകളും പുതിയതായി ഇന്നലെയും കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ഈ ബിസിനസ്സിൽ കയറുന്ന ആളുകളെ സംബന്ധിച്ച് അവര് കാണുന്നത് ബയോടൂറിസത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റ് എടുത്ത മനോജ് സാറിനെ, ഡാനി സാറിനെയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളെ കാണുമ്പോൾ അതേപോലെ തന്നെ നാളെ തന്നെ ആകണം എന്നുള്ള നിലക്കാണ് വരുന്നത്. ആഗ്രഹം നമുക്ക് നല്ലതാണ്, പക്ഷെ അവർ കടന്നു വന്ന വഴികളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. അവർ ഈ ഒരു പ്രോഡക്റ്റിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ പ്രോഡക്റ്റിന്റെ ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകളോട് പറഞ്ഞ സമയത്ത് അവര് നിരസിച്ചിട്ടുണ്ട്, അവരിതിനെ എതിർത്തിട്ടുണ്ട്. ഒരാളെ പോലും ഒരു റിസൾട്ട് കിട്ടിയ ആളെ കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അവർ ഈ ബിസിനസ്സുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത്, ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇന്നുള്ളത്. ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് റിസൾട്ടുകൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യര് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ യൂട്യൂബിലൂടെ നോക്കിയാലും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ എല്ലാ ഗ്രാമങ്ങളിലും ബയോടൂറിയം അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിലെ ഓരോ ദിവസവും പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ വിജയം എന്നുള്ളത്
നമുക്ക് നാളെ എറണാകുളത്ത് ഇതിന്റെ നമ്മുടെ കമ്പനി BOP ഉണ്ട്. രാവിലെ YMCA കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ പ്രോഗ്രാമിൽ തിങ്ങി നിറഞ്ഞ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം സെന്ററിലേക്ക് നേരിട്ടെത്തുന്ന സമയത്താണ് ഈ എറണാകുളത്തും തൃശ്ശൂരും മലപ്പുറത്തും അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുക. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെയാണ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ ഒരു കൂട്ടായ്മ ഇതിങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി കേരളത്തിൽ അടുത്ത മാസം നമ്മുടെ സാഗർ ജോഷി സാറ് കേരളത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇതിൽ ആയിട്ട് മാറാൻ വേണ്ടി കഴിയണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് നേരിട്ട് അദ്ദേഹത്തോട് കൂടിയിരുന്നുകൊണ്ട് ഈ ബിസിനസ് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു അവസരമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അച്ചീവ്മെന്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നാളെ നമ്മുടെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ആ പ്രോഗ്രാമിലേക്ക് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. എനിവേ, ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും എല്ലാവർക്കും ഗുണകരമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സാധാരണഗതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു സാധാരണക്കാരുടെ ബിസിനസ്സാണ്, സാധാരണ മനുഷ്യരുടെ ബിസിനസ്സാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സാധാരണക്കാരോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും ഒരുപാട് സയൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. അവരൊക്കെ ഇന്ന് ഈ ബിസിനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില വലിയ വായിൽ സംസാരിച്ച ആളുകളൊക്കെ ഒന്നും ഇന്ന് ചിലപ്പോ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഈ ബയോട്ടോറിയത്തെ നെഞ്ചിലേറ്റിയ സാധാരണ മനുഷ്യർ ഇന്നും ഇതിന്റെ കൂടെയുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. ഈ സാധാരണക്കാരന്റെ ബിസിനസ്സാണ് സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെ കടന്നു വന്നിട്ടുള്ളത്. ഓരോ ദിവസവും ഇന്നത്തെ ഒരു ദിവസം കിട്ടിയ അറിവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് അറിവുകൾ, പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അങ്ങനെ പുസ്തകത്തിലെ പശുക്കളായി മാറാതെ നമ്മുടെ കിട്ടിയ അറിവുകളെ മറ്റുള്ള മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. ഇന്ന് തന്നെ ഒരു 5 വ്യക്തികളോടെങ്കിലും ഞാൻ ഈ ബിസിനസിനെ കുറിച്ച്, നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമെന്ന് തീരുമാനിച്ചാൽ അവിടെ നമ്മുടെ വിജയം ആരംഭിച്ചു. ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ ഈ ബിസിനസ്. ഞാൻ എല്ലാ ദിവസവും എന്റെ മനസ്സിലുള്ള ചിന്ത, ഇന്ന് ഞാൻ ബയോട്ടോറിയം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് എന്റെ പോരായ്മകൾ, അങ്ങനെ എന്നിലേക്ക് എന്റെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ ബിസിനസ് ആരംഭിച്ച സമയം മുതൽ ഇന്ന് വരെ തുടരുന്നത്. ഇങ്ങനെ തുടരാൻ വേണ്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇന്ന് ഞാൻ ഈ പ്രോഗ്രാം കേട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിലൊരു ബിഗിനറാണ്. എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നോ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ നിലയിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് 6 AM ക്ലബ്ബ് എന്ന് പറഞ്ഞത്. രാവിലെ 5 മണിക്ക് ശേഷം നമ്മൾ ഈ സൂം ഓപ്പൺ ചെയ്ത് വെച്ചാൽ എപ്പോഴും കയറാൻ റെഡി ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. രുദ്രാൻ ടീച്ചറിനെ ഒക്കെ പോലെ ഒരുപാട് ആളുകൾ, ഇപ്പൊ ഭാസ്കരൻ സാറിനെയൊക്കെ ഞാൻ നേരിട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ ആളാണ് ഭാസ്കരൻ സാറിനെ ആദ്യമായിട്ട് കണ്ടത്. ഒരുപാട് ആളുകളെ നമ്മൾ ഈ പ്രോഗ്രാം സെന്ററുകളിൽ വന്ന സമയത്ത് ഇവിടെ സൂമിൽ ഇരുന്ന് കാണുന്നത് പോലെയല്ല, വളരെ 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 ലവബിൾ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നു. പല ആളുകളെയും നമ്മൾ പ്രോഗ്രാം സെന്ററിൽ വരുമ്പോൾ നമ്മൾ ഈ സൂമിൽ കണ്ടിട്ടുള്ളത് അല്ലാതെ നേരിട്ട് കാണാത്തത് കൊണ്ട് ചിലപ്പോ ഒരു അപരിചിതത്വം ചിലപ്പോ കണ്ടേക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. നിങ്ങളോട് ചേർന്ന് നിൽക്കാനും നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാനുമായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പരിചയം പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടണം. എല്ലാവരെയും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. നിങ്ങൾ ഓരോരുത്തരും സക്സസ് ആകുക ാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ എന്തായാലും ഇന്ന് കേരളത്തിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ പുതിയ ഓഫീസ് നമ്മൾ അതിന്റെ എല്ലാ പണിയും പൂർത്തിയാക്കി നമ്മുടെ എഗ്രിമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം അത് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ കാര്യം തന്നെയാണ്. കൊച്ചിയിലേക്ക് നമുക്ക് എത്തി നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ബാക്കി കമ്പനിയുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമുക്കത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും നമ്മൾ കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ പോവുകയാണ്.
എനിവേ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇവിടെയുണ്ട്. നമ്മുടെ നാളത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പലപ്പോഴും ഈ സൂം മീറ്റിംഗിന്റെ പ്രാധാന്യം കുറച്ച് കാണുന്നു. ഇവിടെ ആര് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പൊ സലീമിക്ക പറഞ്ഞതുപോലെ അറിവാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് അറിവ് പകരും തോറും അത് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അവസരത്തിലേക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ, അവരെയും കൂടി ഈ നമ്മുടെ രാവിലത്തെ സൂം ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് കയറ്റാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ മിനിമം ഒരു 5 വ്യക്തികളോടെങ്കിലും നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറായിക്കൊണ്ട് നമ്മുടെ വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടി എടുത്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഇന്നത്തെ ഒരു ദിവസം ധന്യമാക്കി തന്ന പ്രിയപ്പെട്ട ഗീത ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ സലീമിക്ക, നമ്മുടെ പലപ്പോഴും മനോജ് സാർ സൂചിപ്പിക്കുക നമ്മുടെ എല്ലാ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. അദ്ദേഹമൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ കരുത്തെന്നുള്ളത്. അങ്ങനെ സലീമിക്കയോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ സൂമിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. പല ആളുകളും വീഡിയോയിലൂടെ നമ്മുടെ ചാക്കോ സാറിനെയൊക്കെ പോലെ നിരവധി വ്യക്തികൾ, ഉണ്ണികൃഷ്ണൻ സാർ, ഇപ്പൊ കുറെ ആളുകൾ നമ്മൾ ഡെയിലി കാണുന്ന ആളുകളുണ്ട്, ഭാസ്കരൻ സാർ, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും എല്ലാവരും ഈ ബിസിനസിന്റെ ഒരു നട്ടെല്ല് ആണ്, ഇതിന്റെ ഒരു പില്ലേഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് പില്ലേഴ്സ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. പുതിയ ആളുകൾ കടന്നു വരണം. അങ്ങനെ ഈ ബിസിനസ് വൈഡൂര്യം ഒരു കട്ടുതീ പോലെ പടരുമ്പോൾ അതിന്റെ ഒരു ഉപഭോക്താക്കളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാറാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സൂമിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.